ഡൽഹിയുടെ രാഷ്ട്രീയ മണ്ണിൽ എത്രയോ സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു ഒറ്റയാൾ പോരാട്ടം രാജ്യ തലസ്ഥാനത്തിന്റെ ഭരണചക്രത്തെയും പോലീസ് സംവിധാനങ്ങളെയും പൂർണ്ണമായിട്ടും അമ്പരപ്പിച്ച ദിനം. അതെ, കഴിഞ്ഞ ദിവസം ഡൽഹി സാക്ഷ്യം വഹിച്ചത് വെറുമൊരു ധർണയ്ക്കായിരുന്നില്ല, മറിച്ച് നിശ്ചയദാർഢ്യവും ആർജവും ഏറ്റുമുട്ടിയ തികച്ചും നാടകീയമായ ഒരു സമര പോരാട്ടത്തിനായിരുന്നു. പലറ്റ് ഗണ്ണിൽ നിന്നും ചിതറിത്തെറിച്ച വെടിയുണ്ടകൾ കൊണ്ട് ഗുരുതരമായി പരിക്കേറ്റ സഹിൽ ലച്ചോബ് എന്ന വിദ്യാർത്ഥിയുടെ ചോരയേറ്റ് വീഴുന്ന മുഖം. ജൂലൈ 20 നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ നീതി തേടി പോലീസ് സ്റ്റേഷനുകൾ കയറിയിറങ്ങിയ അവന്റെ കൈകളിൽ എഫ്ഐആറിന്റെ ഒരു കടലാസ് പോലും നൽകാൻ ഡൽഹി പോലീസ് തയ്യാറായിരുന്നില്ല. ഫോൺ കോളുകൾ, ഇമെയിലുകൾ, ഒടുവിൽ മുകളിൽ നിന്നുമുള്ള ഉത്തരവുകളുടെ കാരണം പറഞ്ഞ് മന്ദിർ മാർഗ് പോലീസ് സ്റ്റേഷൻ അധികൃതർ മടക്കി അയച്ചപ്പോൾ ആ വിദ്യാർത്ഥിയുടെ മുന്നിൽ വഴുതിപ്പോയത് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്കുള്ളിലുള്ള പ്രതീക്ഷയായിരുന്നു. എന്നാൽ അവിടെയാണ് ആ നാടകീയ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. സാഹലിന്റെ കൈപിടിച്ച അനീതിക്കെതിരെ വിരൽ ചൂണ്ടി രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് ന്യൂഡൽഹി DCP സച്ചിൻ ശർമ്മയുടെ ഓഫീസിലേക്ക് ഇരച്ചു കയറുന്നു. മേലുദ്യോഗസ്ഥരുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ട ആ നിമിഷം, സമയം ഉച്ചയ്ക്ക് 12 മണി, ഡൽഹി കണ്ട ഏറ്റവും വലിയ ഗാന്ധിയൻ പ്രതിരോധത്തിന് അവിടെ തുടക്കമായി. DCP ഓഫീസിന് മുന്നിലെ തണുത്ത തറയിൽ രാഹുൽ ഗാന്ധി നിലത്ത് കുത്തിയിരുന്നു. പ്രിയങ്ക ഗാന്ധിയും പരിക്കേറ്റ വിദ്യാർത്ഥിയും അവന്റെ അമ്മയും 4 കസേരകളും. ഉറച്ച നിലപാടുകൾ മാത്രം, വിട്ടുകൊടുക്കാത്ത പോരാട്ടം. പുറത്ത് മോദിക്കും അമിത്ഷായ്ക്കുമെതിരെ കോൺഗ്രസ് പ്രവർത്തകർ വികാരഭരിതരായിട്ട് മുദ്രാവാക്യം വിളിച്ചപ്പോൾ അകത്ത് രാഹുൽ വളരെ ശാന്തനായിരുന്നു. അത് തികച്ചും ഗാന്ധിയൻ മാർഗം തന്നെ. പോലീസ് ഉദ്യോഗസ്ഥർ ചർച്ചയ്ക്ക് വിളിക്കുമ്പോഴൊക്കെ പ്രിയങ്ക ഗാന്ധി അകത്തേക്ക് പോകുന്നു, നിർദ്ദേശങ്ങളുമായി പുറത്തേക്ക് വരുന്നു. രാഹുൽ തന്റെ ഇരിപ്പിടത്തിൽ നിന്നും ഒരു ഇഞ്ച് പോലും ചലിച്ചില്ല. അവന് നീതി നേടിക്കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ അനങ്ങൂ എന്ന വാശിയിൽ രാഹുൽ അവിടെയിരുന്നു. വൈകിട്ട് 5 മണി കഴിഞ്ഞപ്പോൾ കേസെടുക്കാൻ തയ്യാറാണ് എന്ന് പോലീസ് സന്ദേശം നൽകിയെങ്കിലും രേഖാമൂലം ഉത്തരവ് ലഭിക്കും വരെ സമരം തുടരുമെന്ന രാഹുലിന്റെ ഒറ്റ നിലപാടിൽ ഡൽഹി പോലീസ് വിറച്ചുപോയി. ഒടുവിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് അനുമതിയോടെ രാത്രി 6 മണിയോടുകൂടി പോലീസ് എഫ്ഐആർ പുറത്തുവിടുന്നു. അതെ, ഒരു ദിവസം നീണ്ട ആ അചഞ്ചലമായ സമരം ഡൽഹിയെയും അതിന്റെ ഭരണകൂടത്തെയും അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചു കളഞ്ഞു. രാഹുലിന് മുന്നിൽ അമിത്ഷായുടെ പോലീസ് പടയ്ക്ക് മുട്ടുകുത്തേണ്ടി വന്നു. സായാഹ്ന പത്രങ്ങളും വാർത്താമാധ്യമങ്ങളും ഇങ്ങനെ എഴുതി: രാഹുലിന് മുന്നിൽ മുട്ടുമടക്കി അമിത്ഷായുടെ പോലീസ് പട. രാഹുൽ ഗാന്ധി നേതാവ് ഡൽഹി പോലീസിനെയും ഭരണകൂടത്തെയും ഇതുപോലെ ഞെട്ടിക്കുന്നത് ഇതാദ്യമായിട്ടല്ല എന്ന് തന്നെയാണ് മുന്നോട്ട് പറയാനുള്ളത്. ആദ്യത്തേത് ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിനെതിരായ ഭട്ട് പൗൾസൽ സമരം. 2011 ഉത്തർപ്രദേശിലെ ഭട്ത പൗൾസലിൽ കർഷകരുടെ ഭൂമി ബലമായി പിടിച്ചെടുക്കാൻ മായാവതി സർക്കാർ ശ്രമിച്ചപ്പോൾ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ഒരു അർദ്ധരാത്രി ബൈക്കിന്റെ പിൻസീറ്റിലിരുന്ന് രാഹുൽ അവിടെ എത്തി. കർഷകർക്കൊപ്പം ധർണയിലിരുന്ന ഒടുവിൽ രാജ്യത്തെ ഭൂമി ഏറ്റെടുക്കൽ നിയമം തന്നെ തിരുത്തിയെഴുതാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ച ചരിത്രപരമായ നീക്കം. ലിങ്കിപ്പൂർ ഖേരിയിലെ കർഷക നരനായാട്ട. 2021 ലിങ്കിപ്പൂർ ഖേരിയിൽ കർഷകർ വാഹനങ്ങൾ കയറ്റി കൊല്ലപ്പെട്ടപ്പോൾ പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് വഴി തടഞ്ഞു. എന്നാൽ പോലീസിന്റെ ഭീഷണികളെയും തടസ്സങ്ങളെയും വകവയ്ക്കാതെ പ്രിയങ്കയ്ക്കൊപ്പം ഇരകളുടെ വീടുകളിൽ നേരിട്ടെത്തി നീതി ഉറപ്പാക്കിയ ആ നിശ്ചയദാർഢ്യവും നമ്മൾ കണ്ടതാണ്. മണിപ്പൂരിലെ ആശ്വാസയാത്ര. മണിപ്പൂർ വംശീയ കലാപത്തിൽ കത്തുമ്പോൾ സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് പോലീസ് വഴി തടഞ്ഞപ്പോഴും ഹെലികോപ്റ്ററും കാൽനടയാത്രയും മാറി മാറി ഉപയോഗിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തി ജനങ്ങളെ ചേർത്ത് പിടിച്ച രാഹുലിന്റെ ആ ഉറച്ച നീക്കം ഭരണകൂടത്തിന് മറക്കാനാകില്ല. ഭാരത് ജോഡോ യാത്ര. 4000-ൽ പരം കിലോമീറ്ററുകൾ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നു തീർത്ത ആ ചരിത്രയാത്ര. തണുപ്പും മഴയും സുരക്ഷാ ആശങ്കകളും വകവയ്ക്കാതെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് നടന്നു കയറിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഭരണകൂടത്തിന്റെ സകല സംവിധാനങ്ങളും പരാജയപ്പെട്ടു. ഇന്ന് ഡൽഹിയിൽ നടന്നതും അതിന്റെ തുടർക്കഥ തന്നെയാണ്. അധികാരത്തിന്റെ ധാർഷ്ട്യവും മുകളിൽ നിന്നുമുള്ള ഉത്തരവും പറഞ്ഞ കേസ് മുക്കാൻ നോക്കിയ പോലീസ് സംവിധാനത്തിന് മുന്നിൽ
ഒരു സാധാരണ വിദ്യാർത്ഥിക്ക് നീതി ലഭിക്കാൻ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് നിലത്ത് കുത്തിയിരുന്നപ്പോൾ തോറ്റത് ഭരണകൂടത്തിന്റെ അഹങ്കാരമാണ്. BJP നേതാക്കൾ ഇതിനെ അരാജകത്വ രാഷ്ട്രീയമെന്നും നാടകമെന്നും വിളിച്ച് ആക്ഷേപിക്കാം. എന്നാൽ അനീതിക്കെതിരെ നിൽക്കുന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയമെന്ന് രാഹുൽ ഗാന്ധി വീണ്ടും തെളിയിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിന് അമിത് ഷായ്ക്കും പോലീസിനും ഒടുവിൽ മുട്ടുമടക്കേണ്ടി വന്നു. ഇത് വെറും ഒരു സമരമല്ല, ഇത് നീതിക്കായുള്ള പോരാട്ടത്തിന്റെ ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ അണയാത്ത പ്രകാശമാണ്.